രാമായണത്തിൽ ശ്രീരാമന്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ സീതാദേവിയെ വളർത്തിയ ജനക മഹാരാജാവിന്റെ മഹത്വം എത്ര പേർക്കറിയാം? ഒരു സാധാരണ രാജാവല്ല അദ്ദേഹം. രാജ്യം ഭരിച്ചുകൊണ്ട് ആത്മജ്ഞാനം നേടിയ മഹർഷി തുല്യനായ രാജാവായിരുന്നു ജനകൻ. മിഥില എന്ന സമ്പന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നു ജനക മഹാരാജാവ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശീരധ്വജൻ. ജനക എന്നത് അദ്ദേഹത്തിന്റെ രാജവംശത്തിന് ലഭിച്ചിരുന്ന ബഹുമതി പേരായിരുന്നു. ധർമ്മവും സത്യവും കരുണയും നിറഞ്ഞ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന രാജാവ്. ഒരു ദിവസം മഹായാഗത്തിനായി ഭൂമി ഒരുക്കുന്നതിനായി സ്വയം കലപ്പ പിടിച്ച് വയൽ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു ജനകൻ. അപ്പോഴാണ് കലപ്പയുടെ മുനയിൽ നിന്ന് അത്ഭുതകരമായ ഒരു ദിവ്യ ശിശുവിനെ അദ്ദേഹം കണ്ടെത്തിയത്. ആ കുഞ്ഞിനെ കണ്ട നിമിഷം ജനകന്റെ ഹൃദയം വാത്സല്യത്തോടെ നിറഞ്ഞു. ഇവൾ എൻ്റെ മകളാണ്. അദ്ദേഹം ആ കുഞ്ഞിന് സീത എന്ന് പേരിട്ടു. കാരണം ഉഴവിൻ്റെ പാടിനെയാണ് സംസ്കൃതത്തിൽ സീത എന്ന് വിളിക്കുന്നത്. സീത വളർന്നപ്പോൾ അവളുടെ സൗന്ദര്യവും വിനയവും ധർമ്മനിഷ്ഠയും ലോകമെമ്പാടും പ്രശസ്തമായി. എന്നാൽ ജനക മഹാരാജാവിന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകളെ വിവാഹം ചെയ്യേണ്ടത് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതിരൂപമായ ഒരാളായിരിക്കണം. അതിനാലാണ് അദ്ദേഹം ശിവപെരുമാന്റെ ദിവ്യധനുസ്സ് ഉയർത്തി ചരട് കെട്ടാൻ കഴിയുന്നവനെ സീതയെ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ എന്ന പ്രതിജ്ഞയെടുത്തത്. നിരവധി രാജാക്കന്മാർ വന്നു, മഹാവീരന്മാർ വന്നു. പക്ഷേ ആ വില്ല് അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യുവാവായ ശ്രീരാമൻ മിഥിലയിലെത്തിയത്. ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ശ്രീരാമൻ ശിവധനുസ്സ് കയ്യിലെടുത്തു. ചരട് കെട്ടാൻ ശ്രമിച്ച നിമിഷം ഒരു മഹാശബ്ദത്തോടെ ആ ദിവ്യവില്ല് ഒടിഞ്ഞു. ആ നിമിഷം ജനക മഹാരാജാവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ധർമ്മത്തിൻ്റെ അവതാരമായ ശ്രീരാമനെയാണ് എൻ്റെ മകൾക്കായി ദൈവം തിരഞ്ഞെടുത്തത്. തുടർന്ന് അതിഗംഭീരമായ വിവാഹത്തിൽ സീതയെ ശ്രീരാമനും ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. എന്നാൽ ജനക മഹാരാജാവിൻ്റെ മഹത്വം ഇതിൽ അവസാനിക്കുന്നില്ല. ഉപനിഷത്തുകളിൽ അദ്ദേഹത്തെ രാജർഷി ജനകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ ആത്മജ്ഞാനം നേടിയ അപൂർവ രാജാവ്. മഹർഷി യാജ്ഞവൽക്യനുമായി ആത്മജ്ഞാനത്തെക്കുറിച്ച് നടത്തിയ സംവാദങ്ങൾ ഇന്നും ഭാരതീയ തത്വചിന്തയിലെ അമൂല്യ നിധികളായി കണക്കാക്കപ്പെടുന്നു. ജനക മഹാരാജാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: സമ്പത്തും അധികാരവും ഉണ്ടായാലും വിനയം നഷ്ടപ്പെടരുത്. രാജാവായാലും ധർമ്മം കൈവിടരുത്. ജ്ഞാനമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ടാണ് ഇന്നും ലോകം അദ്ദേഹത്തെ സീതയുടെ പിതാവ് എന്നതിലുപരി രാജർഷി ജനകൻ എന്ന പേരിൽ ആദരിക്കുന്നത്.